യുടെ 2025 അവർ പുതിയതായിട്ട് ഇറക്കിയ സബ്ജക്റ്റീവ് റാങ്ക് ഫയലിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹിസ്റ്ററിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി സബ്ജക്ട്സിൻ്റെ കാര്യം ജോഗ്രഫി, ഇക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഓർ സ്പോർട്സ്, ആർട്ട് ആൻഡ് കൾച്ചർ തുടങ്ങിയ സബ്ജക്ട്സുകളുണ്ട്. ഇപ്പം ജോഗ്രഫിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം കേരള ജോഗ്രഫിയും വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫി എല്ലാം കവർ ചെയ്യുന്നുണ്ട്. 2021 മുതൽ 25 വരെയുള്ള എല്ലാ PSC ക്വസ്റ്റ്യൻസും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, UPSCയുടെ തന്നെയാണ് അത് കവർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ടെക്നിക്കൽ സബ്ജക്ട്സ്. അപ്പം മലയാളം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും വെൻ കംസ് ടു എക്കണോമിക്സും ജോഗ്രഫി എടുത്ത് നോക്കുവാണെങ്കിൽ. അത് മാത്രമല്ല ബാക്കി ഒന്നിനും സയൻസും. ബട്ട് എങ്കിലും അവർ അതിനകത്ത് ആ ടേംസ് ഇംഗ്ലീഷ് ടേംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ട് എക്കണോമിക്സും അത് തന്നെയാണ്. ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട്. ബട്ട് കേരള റിലേറ്റഡ് ചില കാര്യങ്ങൾ, ഇപ്പോൾ കേരള ബാങ്ക് ടോപ്പിക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ കവറാണ്. പിന്നെ വെബ്സൈറ്റിൽ നിന്നൊക്കെ അവർ കുറച്ച് എടുത്തിട്ടുണ്ട് കേരള റിലേറ്റഡ് ടോപ്പിക്സിനകത്തും. പിന്നെ എക്കണോമിക്സ് സാധാ എക്കണോമിക്സ് ടേംസുകളും കാര്യങ്ങളും എല്ലാം കൺസെപ്ഷൻ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ NCERTs വായിച്ചതിന് ശേഷം ഒരു റിവിഷൻ പേർപ്പസ് അല്ലെങ്കിൽ ഒന്ന് കൺസോളിഡേറ്റഡ് കാര്യത്തിന് വേണ്ടി മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ. സയൻസ് മെയിൻസിൻ്റെ റാങ്ക് ഫയലാണ് കേട്ടോ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മെയിൻസ് പോർഷൻസാണ് കൂടുതൽ. ഇപ്പോൾ +1 +2 NCERT ഒക്കെ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഇത് പാർട്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു ഹെവിനെസ്, ആ ലോഡ്, ഇപ്പോൾ 4 വോളിയം ആകുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത്ര പഠിക്കണമല്ലോ. പക്ഷേ ഓരോരോ പാർട്ടാകുമ്പോഴത്തേക്കും നമുക്ക് അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഓരോരോ സബ്ജക്ട്സ് അടക്കം ചിട്ടയോടും കൂടി നമുക്ക് പഠിക്കാൻ പറ്റും. മറ്റേ 4 വോളിയം എടുത്ത് അപ്പോൾ നമുക്ക് തോന്നും അയ്യോ ഭയങ്കര ബൾക്കിയല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് റിലീഫും കൂടെയാണ് ഓരോ പാർട്ടാകുമ്പോഴത്തേക്കും. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ തിക്കായിട്ടുള്ള ബുക്കാണ് കേട്ടോ. ഇതും ഇതേപോലെ പ്രീവിയസ് ഇയർ 2021 മുതൽ 24 വരെയുള്ളതുണ്ട്. പിന്നെ ട്രെയിൽ ബ്ലേസിങ് സീരീസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ റിസർച്ച് ടീം ലക്ഷ്യയുടെ അവർ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബട്ട് കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇനഫാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആണ് അടുത്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്തിൻ്റെ ഒരു ഫാക്ച്വൽ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉണ്ട്. മീൻസ് എല്ലാം ഇല്ല, നമ്മൾ ലക്ഷ്മികാന്ത് എന്തായാലും വായിക്കണം. പക്ഷെ അതിൻ്റെ ഒരു ക്രിസ്പ് ഫാക്ച്വൽ ആസ്പെക്ട്സ് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അത് കണക്ക് തന്നെ UPSCയുടെയും PSCയുടെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്പോർട്സ് ഇത് ഇനഫാണ് കേട്ടോ. ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കറണ്ട് അഫയേഴ്സും അതൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഓരോരോ സ്പോർട്സ് പ്ലെയേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കൺസോളിഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റിസോഴ്സസ് തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. പിന്നെ പ്രിലിംസിനകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് സയൻസ് ആൻഡ് ടെക്നോളജി. അതും ഇത് കണക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെബ്സൈറ്റിൽ നിന്നൊക്കെയാണ് അവർ കൂടുതലും ഡേറ്റാസും കളക്ഷൻ. മീൻസ് ഇതൊരു സിലബസ് ബേസ്ഡ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ സിലബസിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ സയൻസ് ആൻഡ് ടെക്നോളജി പാർട്ടി വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ജനറൽ അണ്ടർസ്റ്റാൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്, കൺസെപ്ഷ്യൽ ക്ലാരിറ്റിയും അതൊക്കെ. പിന്നെ കലാ, സാഹിത്യം, സംസ്കാരം. സോ ഇതിനകത്തും ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ കൺസോളിഡേറ്റഡ് ആയിട്ട് ഒരെണ്ണത്തിൽ ഒരു റിസോഴ്സസിൽ മാത്രം നമ്മൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഒന്നും അധികം ഇല്ല ഇപ്പോൾ കേരള റിലേറ്റഡ് നോക്കുവാണെങ്കിൽ. അപ്പോൾ ഓൾമോസ്റ്റ് സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്റ്റുകളാണ്. ഇമ്പോർട്ടൻ്റ് ആക്റ്റും ഇതേപോലെ തന്നെ വളരെ ക്രിസ്പായിട്ടും, പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ബെയർ ആക്റ്റിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ കവർ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ടും കൂടെയാണ് അവർ എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ഇനഫ് ആക്ച്വലി. എല്ലാ ഡിഗ്രി ലെവലായാലും +2 ലെവലായാലും 10th ലെവലായാലും. ഇനി അടുത്താണ് കേരള ഭരണവും ഭരണ സംവിധാനവും. ഇതും മെയിനായിട്ട് മെയിൻസിന് വരുന്ന ടോപ്പിക്സാണ് കേരള PSCയുടെ. അപ്പം കൂടുതൽ ഇത് വെബ്സൈറ്റുകൾ, നമ്മളെപ്പോഴും വെബ്സൈറ്റ് ഇങ്ങനെ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല. അതിനകത്തുള്ള സ്കീംസുകളായാലും അല്ലെങ്കിൽ അതും ഓരോ സെക്ഷൻസ് തിരിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബാക്കി തന്നുകൊണ്ട് കൂടി തന്നെ നമുക്ക് എന്താണ് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്ക് അതിൻ്റെ ബേസിസിൽ നമുക്ക് റാങ്ക് ഫയൽ വായിക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ഈ ടോപ്പിക്ക് 2020 പക്ഷേ
പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2021 മുതൽ 24 വരെ ഇപ്പോൾ ഇതേപോലെ ടോപ്പിക് വൈസ് ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്ക്, അത് ബേസ് ചെയ്ത് നമുക്കിത് റീഡ് ചെയ്യാൻ പറ്റും. റാങ്ക് ഫയൽ എല്ലാം ഒന്നും നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. എന്താണോ PSC ചോദിക്കുന്നത് അത് തന്നെ വായിക്കണം. അങ്ങനെ അത് എത്രത്തോളം ഡെപ്തി വേണം, അല്ലെങ്കിൽ ഇതിനകത്തില്ലാത്ത ഫർദറായിട്ട് പോകണോ എന്ന് ആ ഒരു ഡെപ്ത് അല്ലെങ്കിൽ അതറിയാനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതും പക്ഷേ ഇത് പാർട്ടായാലും നമുക്ക് അത്രത്തോളം എന്താ പറയുക, ഇത്രയും സബ്ജക്റ്റ് പഠിക്കണമല്ലോ ആ ഒരു ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമുക്ക് ഓരോന്നും പറയാം. ഹിസ്റ്ററിയുടെ തന്നെ ഞാൻ കഴിഞ്ഞതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതും വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, പിന്നെന്താണ് കേരള ഹിസ്റ്ററി എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഏൻഷ്യൻ്റ് മെഡീവൽ എല്ലാം വേണ്ടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ബട്ട് എങ്കിലും നമ്മൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സുകൾ ഫോക്കസ് ചെയ്ത് വേണം പഠിക്കാൻ. ബട്ട് റാങ്ക് ഫയൽസ് ഒരു റിവിഷൻ അതിൻ്റെ ബേസിസിൽ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒരു കൺസോൾട്ടേറ്റഡ് മെറ്റീരിയൽ. പക്ഷേ നമ്മൾ NCERT SCERT ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ NCERT SCERT ഒരു കൺസെപ്ഷൻ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വായിക്കണം. എങ്കിലും നമുക്ക് ആ ഒരു എലിമിനേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സുകൾ നമുക്ക് മനസ്സിലാക്കാനും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പല ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ലക്ഷ്യയുടെ സബ്ജക്റ്റീവ് റാങ്ക് ഫയൽസിൻ്റെ ഒരു അനാലിസിസ്. പക്ഷേ നമ്മൾ വെൻ ഇറ്റ് കംസ് ടു 4 വോളിയം റാങ്ക് ഫയലോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജും കുറച്ചുകൂടെ കവർ ചെയ്യുന്നുണ്ട്. NCERT SCERT ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബേസിസിൽ നമുക്ക് എത്രത്തോളം ഡെപ്തിൽ പോകണം, വേണ്ട ഏത് ടോപ്പിക്സ് നമുക്ക് അവോയ്ഡ് ചെയ്യണം, അങ്ങനെ നമുക്കൊരു അടുക്കും ചിട്ടയും ഉണ്ട്. ഓക്കെ.